കലൂർ സ്റ്റേഡിയം കൈമാറ്റ വിവാദത്തിൽ GCDAയുടെ വാദങ്ങൾ പൊളിയുന്നു. സ്പോൺസർ കമ്പനിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡുമായി കരാർ അനുബന്ധ കത്തിൽ GCDA ഒപ്പിട്ടതിന്റെ രേഖപ്പുറത്ത് സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് കൈമാറിയതെന്ന GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ളയുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ് കത്ത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ഒപ്പിട്ടെങ്കിൽ അത് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ആരുമായാണ് ഒപ്പിട്ടതെന്ന് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? മറ്റൊരു കമ്പനിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ് GCDA? തുടക്കം മുതൽ തന്നെ GCDAയുടെ ഒളിച്ചുകളി അത് വളരെ വ്യക്തമായിരുന്നു. ഈ ഒരു സ്പോൺസർമാരുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, നേരിട്ട് യാതൊരു തരത്തിലുള്ള കരാറുകളും ഇല്ല എന്ന കാര്യമാണ്. എന്നാൽ കരാറില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരു തരത്തിലുള്ള കരാറുമില്ലാതെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. എന്നാൽ അതിനു മുമ്പ് കരാറിന്റെ മുമ്പായി തന്നെ അനുബന്ധമായി ഒരു കത്ത് തയ്യാറാക്കിയപ്പോൾ കൃത്യമായി തന്നെ അതിൽ 3 ആളുകളാണ് അല്ലെങ്കിൽ 3 സ്ഥാപനങ്ങളുടെ പ്രതിനിധികളാണ് അതിൽ ഒപ്പുവെച്ചത്. അതിലൊന്ന് GCDA ആണ്, മറ്റൊന്ന് സ്പോൺസറാണ്. സ്പോൺസർ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് ഈ ഒരു അനുബന്ധ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് GCDAക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വവുമില്ല. GCDA പൂർണ്ണമായും തന്നെ കൈയൊഴുകുകയായിരുന്നു ചെയ്തത്. തങ്ങൾ സ്പോർട്സ് ഫൗണ്ടേഷനാണ് ഈ ഒരു തരത്തിൽ കേരള സ്പോർട്സ് ഫൗണ്ടേഷന് വേണ്ടി കൈമാറിയതാണ്. അവരാണ് തുടർ നടപടികൾക്ക് വേണ്ടി വീണ്ടും സ്പോൺസറെ ഏൽപ്പിച്ചത് എന്ന കാര്യം പറയുകയായിരുന്നു. എന്നാൽ അങ്ങനെ എല്ലാ കാര്യങ്ങൾ 3 പേർക്കും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഈ ഒരു സ്റ്റേഡിയം ഇത്തരത്തിൽ വലിയ തോതിൽ നിർമ്മാണങ്ങൾ അല്ലെങ്കിൽ നവീകരണം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങൾക്കും ഒപ്പം തന്നെ അനധികൃതമായ നിർമ്മാണങ്ങൾക്കടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന കത്ത്.